എന്നാണ്ട് വിശേഷമൊക്കെ? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്കൊരു നാടൻ സ്റ്റൈൽ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇതേമാതിരി തന്നെ നിങ്ങൾക്ക് വെണ്ടയ്ക്കയും പാവയ്ക്കയും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ പച്ചക്കറി ഇടുന്നില്ല എന്നുള്ള പരാതി അങ്ങ് മാറി കിട്ടട്ടെ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഐ ആം അക്ഷയ ആൻഡ് വെൽക്കം ടു അക്ഷയാസ് ക്യാമിയോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ്. കോവയ്ക്ക ഇതാ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തിന്നായിട്ട്. പിന്നെ വേണ്ടത് കടുക്, പച്ചമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വറ്റൽമുളക് ചതച്ചെടുത്തത്, സവാള. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? പാൻ ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. ഒരു 3-4 സ്പൂൺ ഒഴിക്കാം. ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടിട്ട് കടുക് ഇട്ട് കൊടുക്കാം. ഇതൊരു 1/2 ടീസ്പൂൺ കടുകുണ്ട്. ഒരു 2 സവാള ചോപ്പ് ചെയ്തിടാം. ഒരു 3-4 പച്ചമുളക് സ്ലിറ്റ് ചെയ്തത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 2 തണ്ട് കറിവേപ്പില വഴറ്റിയെടുക്കുക. കോവയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതൊരു 1/2 കിലോ കോവയ്ക്ക ഉണ്ട് കേട്ടോ, നീളത്തിൽ കട്ട് ചെയ്തതാണേ. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കാവേ. വഴറ്റി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു 3/4 ഭാഗത്തോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനിയും കുറച്ചുകൂടെ കിടന്നാൽ ഇനി നല്ലതായിട്ട് റോസ്റ്റ് ആവും. ഈ സമയത്ത് നമുക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് കുറവാന്ന് തോന്നുവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കണേ. ഒന്നുകൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതാ ഇപ്പം നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 മണിക്കൂർ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കിടക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടണമെങ്കിൽ. പക്ഷെ ഭയങ്കര ടേസ്റ്റാണേ. നമുക്കിനി ഇത് പ്ലേറ്റ് ചെയ്യാം. അങ്ങനെ ദാ നമ്മുടെ കോവയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് തരണം. വേറെ റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹാപ്പി. ബൈ.